നമ്മൾ തയ്യാറാക്കുന്ന കാപ്പി നമ്മുടെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കുന്നു. കാപ്പി കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോകും, തലവേദനയുണ്ടാകും. ഇങ്ങനെ ഒരു അടിമത്തത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ രുചിക്കായി കാപ്പി കുടിക്കുന്നതിൽ കുഴപ്പമില്ല. കാപ്പി കുടിച്ചില്ലെങ്കിൽ ജീവിക്കാനേ സാധിക്കില്ല എന്നാണെങ്കിൽ നമ്മൾ ചിലതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മളെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ചുനാൾ കാപ്പി കുടിക്കുന്നത് നിർത്തിയിട്ട് അതിനുശേഷം വെറും വയറ്റിൽ ഒരു സ്ട്രോങ് കാപ്പി കുടിച്ചു നോക്കൂ. നിങ്ങളുടെ കൈകളിങ്ങനെ വിറയ്ക്കും. കാരണം അത് അത്രത്തോളം നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. ദിവസവും കുടിക്കുന്നതുകൊണ്ട് നിങ്ങളത് അറിയുന്നില്ല. ഒരു 3 മാസം കാപ്പി കുടിക്കാതിരിക്കുക, എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് ഒരു കാപ്പി കുടിച്ചു നോക്കൂ. രാത്രി മുഴുവനും ഒരു 12 മണിക്കൂർ നേരത്തേക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഒരുപാട് ആളുകൾ രാത്രി 10 മണിക്ക് ഒരു കാപ്പി കുടിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അതിനർത്ഥം നിങ്ങളുടെ നാഡീവ്യവസ്ഥ ജീവനില്ലാത്ത ഒരു നാഡീവ്യവസ്ഥയായി മാറിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയായാൽ അത് നിങ്ങളുടെ ഗ്രഹണശക്തിയെ കുറയ്ക്കുന്നു. നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ വളരെ ഉയർന്ന നിലയിൽ സജീവമായി സൂക്ഷിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നായുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത് വീട്ടിനുള്ളിൽ എവിടെയോ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അതിന് മനസ്സിലാവുന്നു. പരിചയമുള്ളവരാണോ പരിചയമില്ലാത്തവരാണോ വീട്ടിലുള്ളവരാണോ അതോ പുറത്തുനിന്ന് വന്നവരാണോ എല്ലാം അതിന് മനസ്സിലാകും. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ നാഡീവ്യൂഹം അങ്ങനെയാണ്.